നന്മമരം. നമ്മൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ഗുണം ഉള്ള വ്യക്തിയായിരുന്നാൽ മതി. വേറെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എല്ലാം അട്രാക്റ്റ് ചെയ്യുന്നു. ഈ നിമിഷത്തിലായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഈ നിമിഷത്തിലല്ലെങ്കിൽ നമ്മൾ ദുരിതത്തിലാണ്, നമ്മൾ ടെൻഷനാണ്, നാളത്തെക്കുറിച്ചുള്ള ചിന്ത, പ്രശ്നങ്ങളൊക്കെ. നമ്മൾ ദുരിതത്തിലാണെങ്കിൽ നമുക്ക് ചുറ്റും ദുരിതം വിതയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷനില്ല. അപ്പം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിച്ചു തുടങ്ങിയാൽ നിങ്ങളൊരു നന്മപരമായി മാറും. ഇപ്പോൾ ഒരു ചക്ക പഴുത്തിരിക്കുക, ഈച്ച തന്നെ അവിടെ വരും. ഈച്ചയ്ക്ക് യാതൊരു പരസ്യവും വേണ്ട, ചക്കയ്ക്ക് യാതൊരു പരസ്യവും വേണ്ട. അത് ഫ്രൂട്ടായി കഴിയുമ്പോഴത്തേക്കും തന്നെ വരും. അതാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ അടുത്തേക്ക് നമുക്ക് വേണ്ടതെല്ലാം വരും. അത് നാച്ചുറലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. എങ്ങനെ നിങ്ങളൊരു നന്മപരമായി മാറാം, മറ്റുള്ളവർക്ക് ഗുണമുള്ള കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. ആ ദ്രോഹമുള്ള പ്രവൃത്തികളെല്ലാം നിർത്തുക. കാരണം നിങ്ങൾ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ആർക്കും നിങ്ങളൊരു ദ്രോഹം ചെയ്യാത്ത വ്യക്തിയായിരുന്നു. പിന്നെ എങ്ങനെ ഇപ്പം ഇങ്ങനെ ആയി? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഉണ്ണിക്കുട്ടൻ, അവനിപ്പോൾ 4 വയസ്സായി. അവനെ സംബന്ധിച്ചോളം ഒരു ഈഗോയും ഇല്ല, വളരെ നാച്ചുറലായിട്ടാണ് ജീവിക്കുന്നത്. അവന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് സന്തോഷിക്കുന്നത്. അവിടെ ഒരു പൂച്ച വന്നിരുന്നു, ആ പൂച്ചയെ നോക്കി, അതിൻ്റെ പുറകെ പോയി. കിളി വന്നു, കിളിയെ നോക്കി. നമുക്കെന്താ സംഭവിക്കുന്നത്? നമ്മൾ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, എപ്പോഴും ടെൻഷനാണ്. അപ്പം ഈ ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല ജീവിക്കുക. ഇനി നമ്മൾ സ്കൂളിലോട്ട് വിടുക, സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യും. അപ്പോൾ ഇവനെന്ത് സംഭവിക്കും? പൊക്കമുള്ളവൻ, പൊക്കം കുറഞ്ഞവൻ, കറുത്തവൻ, വെളുത്തവൻ, ഇങ്ങനെ എല്ലാം വേർതിരിവാകും. ഇന്ന മതത്തിലുള്ള ആൾ, ഇന്ന ദേശത്തിലുള്ള ആൾ, അല്ലെങ്കിൽ ഭാഷ, മലയാളി, തമിഴൻ, അല്ലെ ഇന്ത്യക്കാരൻ, പാകിസ്ഥാനി, ഇങ്ങനെ വേർതിരിവെല്ലാം പഠിക്കും. ഈ വേർതിരിവെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഇപ്പോഴത്തെ ഇന്നസെൻസ് മൊത്തം പോകും, കോൺഫിഡൻസും പോകും. അവനേക്കാളും പൊക്കമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവന് തോന്നും അയാൾ വലിയാണെന്ന് തോന്നും. അവനേക്കാളും നിറം കൂടിയ ആൾ വന്നു കഴിഞ്ഞാൽ അതെന്തോ പ്രത്യേകതയുള്ള ആൾ തോന്നും. കാരണം അവൻ്റെ താഴോട്ടും ഒരു ബാരിയർ വെച്ച് കഴിഞ്ഞു. അവനേക്കാളും കുറവുള്ള ഒരാളെന്നുള്ള ബാരിയർ, അല്ലെങ്കിൽ അവനേക്കാളും പൊക്കം കുറഞ്ഞ ഒരാളെന്ന ഒരു ബാരിയർ അവൻ വെച്ചു. അവൻ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മേലെയുള്ള ആളും വന്നിരിക്കും. ഇപ്പം അവൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ. കാര്യം അവൻ താഴോട്ട് വെച്ചിട്ടില്ല. എപ്പോൾ നമ്മൾ താഴോട്ട് വെക്കുന്നോ അപ്പം നമ്മുടെ മുകളിലുള്ള ആളുകൾ വരും. നമ്മൾ വേറെ ആളെ ബുദ്ധി കുറവുള്ള ആളാന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ബുദ്ധിമാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നസെൻ്റ് ആയിരിക്കുക, കൊച്ചുകുട്ടികളെ പോലെ ആകുക. കൊച്ചുകുട്ടികളെ നിരീക്ഷിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. നിങ്ങൾ കുഞ്ഞായിട്ട് ഉള്ള ആളെ ഇപ്പം വലുതായതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ല, പക്ഷെ മറന്നുപോയി. തിരിച്ചു പിടിക്കുക. ആ തിരിച്ചുപിടുത്തം നിങ്ങളുടെ ജീവിതം എന്നാണ് നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത്. നരകതുല്യമായ ജീവിതം സ്വർഗതുല്യമാക്കും നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട.